എന്നെ ഓർക്കേണ്ട പലരും എന്നെ മറന്നുപോയി. എന്നെ സഹായിക്കേണ്ട പലരും എൻ്റെ കാര്യത്തിൽ മൗനമായിരിക്കും. ഞാൻ തികഞ്ഞ ദൈവവചനത്തിന്റെ വെളിപ്പാടിൽ നിന്നുകൊണ്ട് ഒരു ആത്മീക സന്ദേശം പറയാം. ചിലരൊക്കെ നിന്നെ മറന്നത് ദൈവം നിന്നെ മറക്കത്തില്ലെന്ന് നിന്റെ ജീവിതത്തിൽ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ആരെല്ലാം നമ്മെ മറന്നാലും ദൈവം നമ്മെ മറക്കത്തില്ലെന്നാണ് ദൈവവചനം നമുക്ക് തരുന്ന ഉറപ്പ്. നീ സമ്പന്നനാണെങ്കിൽ നിനക്ക് ധാരാളം സ്നേഹിതർ കാണും. നീ ദരിദ്രനാണെങ്കിൽ ആരും നിന്നെ കണ്ടിട്ടില്ലാത്ത ഭാവം നടിച്ചു. എന്നാൽ എൻ്റെ ദൈവം അങ്ങനല്ല. ആരെല്ലാം മറന്നാലും നിങ്ങളെ മറക്കാത്ത ദൈവം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം 15-ാം വാക്യം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നുകളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല. സകല മനുഷ്യരുടെയും പരാതിയാണ്, എന്നെ ഓർക്കേണ്ട പലരും എന്നെ മറന്നുപോയി. എന്നെ സഹായിക്കേണ്ട പലരും എൻ്റെ കാര്യത്തിൽ മൗനമായിരിക്കും. ഞാൻ തികഞ്ഞ ദൈവവചനത്തിന്റെ വെളിപ്പാടിൽ നിന്നുകൊണ്ട് ഒരു ആത്മീക സന്ദേശം പറയാം. ചിലരൊക്കെ നിന്നെ മറന്നത് ദൈവം നിന്നെ മറക്കത്തില്ലെന്ന് നിന്റെ ജീവിതത്തിൽ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ പറഞ്ഞിട്ടില്ലേ പലപ്പോഴും, ചിലരൊക്കെ ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിന് നല്ല വിദ്യാഭ്യാസം കൊടുക്കാമായിരുന്നു. ചിലരൊക്കെ ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ എൻ്റെ വീടൊന്ന് അനുഗ്രഹിക്കപ്പെട്ടേനെ. അവരെന്തുകൊണ്ടാ മനസ്സ് വെക്കാത്തതെന്ന് ഞാൻ പറയാം. നിനക്ക് വേണ്ടി മനുഷ്യനല്ല ചെയ്യാൻ പോകുന്നത്, ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുക. എന്നെ ചിലര് മറന്നുപോയി, അമ്മ മറന്നുപോയി, അപ്പൻ മറന്നുപോയി, സഹോദരങ്ങൾ മറന്നുപോയി എന്നൊക്കെ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോടുള്ള ദൈവത്തിന്റെ സന്ദേശമാണ്, ആര് മറന്നാലും യേശു നിങ്ങളെ മറക്കുകയില്ല. സ്തോത്രം. നമുക്കിന്ന് രാവിലെ ധൈര്യത്തോടെ പറയാം, കർത്താവേ സ്തോത്രം. ആരെല്ലാം മറന്നാലും ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ മറക്കത്തില്ല. ഞങ്ങളെ ചേർത്ത് പിടിക്കാൻ ദൈവം ശക്തനാണല്ലോ. സ്നേഹങ്ങളിൽ ഏറ്റവും വലിയ സ്നേഹമാണ് ഒരു അമ്മയുടെ സ്നേഹം. അമ്മ പ്രസവിച്ച കുഞ്ഞിനെ മറക്കുവോ? മറന്നേക്കാം. ചില സ്നേഹിതർ നമ്മളോട് പറയും ഒരു കാലത്തും മറക്കത്തില്ല, പക്ഷെ അവരും മറന്നു. പക്ഷെ വേദപുസ്തകത്തിന്റെ ഉറപ്പ്, ആരെല്ലാം മറന്നാലും യേശു നിന്നെ മറക്കുകയില്ല. അവൻ നിന്നെ ഓർത്ത് അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അവൻ യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു മനസ്സോടെ പറയാം, ആരെല്ലാം മറന്നാലും യേശു എന്നെ മറക്കത്തില്ല. ആ മറക്കാത്ത ദൈവത്തിന്റെ കരത്തിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ആരെല്ലാം മറന്നാലും ഞങ്ങളെ മറക്കാത്തൊരു ദൈവം ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ അനേകർ ഞങ്ങളെ മറന്ന് വഴിമാറി പോകുമ്പോൾ ഒരിക്കലും മറക്കാത്ത ദൈവം കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. സ്തോത്രം. പ്രാർത്ഥിച്ച തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഒരു കാലത്തും ദൈവം നിന്നെ മറക്കത്തില്ല. ഗോഡ് ബ്ലെസ് യു.